നമസ്കാരം സനോജി. നമസ്കാരം. അപ്പോൾ കപ്പലിലെ കള്ളൻ പിടിയിലായി. അതെ. PS പ്രശാന്തിനെ SIT നമ്മുടെ ജെൻസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള ചുവന്ന കരം കുറേ കാലമായിട്ട് ദൃശ്യമാണ്, എന്നാലും തൂക്കി. എങ്ങനെ കാണുന്നു ഇതിനെ? അല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കാര്യം ഡേ 1 മുതൽ PS പ്രശാന്ത് ഇതിലെ പ്രതിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമമാണ് തത്വമയി. അതായത് ഇതിൻ്റെ ചരിത്രം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒന്നുകൂടി അത് അറിഞ്ഞൂടാത്ത അല്ലെങ്കിൽ കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടി പറയുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് 2025 സെപ്റ്റംബറിൽ ഓണത്തിൻ്റെ 4ാം ഓണത്തിൻ്റെ അന്നാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലകന്മാരിൽ ലേപനം ചെയ്തിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഇളക്കി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകുന്നത്. അതിന് അന്ന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് അതിന് ചുക്കാൻ പിടിച്ചത്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട ഒരു മാധ്യമമാണ് തത്വമയി. അന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട് PS പ്രശാന്തിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നാളിതുവരെ പല രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെ, രാഷ്ട്രീയ സമ്മർദ്ദത്തിലൂടെ ഒക്കെ PS പ്രശാന്ത് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയപ്പോൾ വ്യക്തമായി ഇത് PS പ്രശാന്തിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. കാര്യം 2019 നടന്ന കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണ് 2025 വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. അങ്ങനെ 2 പ്രാവശ്യമായി കൊണ്ടുപോയപ്പോഴും സ്വർണം അതിൽ നിന്നും കടത്തി അല്ലെങ്കിൽ ഉരുക്കി മാറ്റി എന്നുള്ള വ്യക്തമായ ലാബ് റിപ്പോർട്ട്, ശാസ്ത്രീയ പരിശോധന പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PS പ്രശാന്തിനെ SIT വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി കൊല്ലത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നതെന്നാണ് ഏറ്റവും പുതിയതായി കിട്ടുന്ന വിവരം. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തു തന്നെയായാലും PS പ്രശാന്തിന് ഇതിൽ കൃത്യമായ പങ്കുണ്ടെന്ന് ആദ്യം മുതൽ വിളിച്ചു പറഞ്ഞ ഒരു മാധ്യമമാണ് തത്വമയി. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം അത് അത്യന്തം നിർണായകമാണെന്ന് കൂടി ഞങ്ങൾ പറയുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ PS പ്രശാന്തിനെ അറസ്റ്റിനെ തുടർന്ന് കൂടുതൽ അറസ്റ്റുകൾ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായേക്കാം. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പറായ അജികുമാറിനെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ദേവസ്വത്തിലെ ഉന്നത ചില ഉദ്യോഗസ്ഥർ അവർ വീണ്ടും ചോദ്യം ചെയ്യപ്പെടും. അന്ന് സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയ പലരും വീണ്ടും അറസ്റ്റിലാകും. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ഓണത്തിന് നടന്ന ഒരു സംഭവം ഇത് അടുത്ത ഓണമാകുന്നു, 1 വർഷത്തോളമാകുന്നു. ഈ ഒരു ഓണത്തിന് മുമ്പ് ഇതിൽ സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മനോജി. തീർച്ചയായിട്ടും സനോജി, ഈ അറസ്റ്റുകൾ തുടർന്നുള്ള ഇനിയും ഈ ഒരു അറസ്റ്റുകൾ തുടരുമെന്ന് പറയുമ്പോൾ പ്രശാന്തിന് മുകളിലേക്ക് ഈ അറസ്റ്റുകൾ പോകാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? അല്ല, ഇതിപ്പോൾ ഈ കാര്യത്തിൽ എല്ലാവർക്കും വളരെ വ്യക്തമാണ്. ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ദൃശ്യം സിനിമ പോലെയാണ് ഈ കേസ്. ദൃശ്യം സിനിമയിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് കൊലപാതകി അല്ലെങ്കിൽ ആരാണ് പ്രതി എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിലേക്കുള്ള ഏറ്റവും വലിയ കാര്യം. അത് സമാനമായ സംഭവം തന്നെയാണ് ഈ ഒരു കേസ്. അപ്പോൾ ഇതിലും ആരൊക്കെയാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളതെന്ന് അറിയാം. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, PS പ്രശാന്ത് കഴിഞ്ഞാൽ അടുത്തു വരുന്ന ഒരാൾ കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വെളിവാക്കുന്ന നിരവധി ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. എന്നിട്ടും കടകംപള്ളിയെ രഹസ്യമായി SIT കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ചോദ്യം ചെയ്ത് വിടുകയുണ്ടായി 2 തവണ. അതിനപ്പുറം അതിലൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ PS പ്രശാന്ത് അറസ്റ്റിലാകുമ്പോൾ അത് അവിടം കൊണ്ട് തീരുന്നില്ല, അല്ലെങ്കിൽ അവിടം കൊണ്ട് നിർത്താനാകില്ല എന്ന് വേണം കരുതാൻ. ഇത് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ മറുവശത്ത് തന്ത്രിയെ വീണ്ടും പ്രതിക്കൂട്ടിലേക്ക് എത്തിച്ചെന്നിരിക്കും. പ്രത്യേകിച്ചും ഈ തന്ത്രിസ്ഥാനം, ശബരിമല കണ്ഠരര് രാജീവര് തന്ത്രിസ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്നുള്ള നിർണായകമായ ഒരു മീറ്റിംഗ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുകയാണ്. തന്ത്രി അദ്ദേഹത്തിൻ്റെ മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയായി വാഴിക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതിനെതിരെ ഒരുപാട് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതും തന്ത്രിക്കും വളരെയധികം നിർണായകമാണ്. എന്തായാലും രാജീവർ തന്ത്രിസ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹം അത് സംബന്ധിച്ച കത്ത് കഴിഞ്ഞ മാസം തന്നെ ദേവസ്വം ബോർഡിന് കൊടുത്തതുമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹവും പ്രതിസ്ഥാനത്തേക്ക് എത്തിച്ചേരും. അതിനപ്പുറം പിന്നെ ഉള്ളത് ഈ മന്ത്രി തലത്തിലുള്ളവരാണ്. കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതിസ്ഥാനത്തുള്ളത് അന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ്റെ പേരിലേക്ക് ഇതുവരെ പരസ്യമായോ രഹസ്യമായോ സൂചനകൾ വരുന്നില്ലെങ്കിൽ കൂടിയും നമ്മളിത് ഈ കഥ മൊത്തത്തിലൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഈ കഥയുടെ കഥാന്ത്യം ചെന്ന് നിൽക്കുന്നത്, ഇതിൻ്റെ ക്ലൈമാക്സ് പോകുന്നത് ആ ഒരു പാത്തിലേക്ക് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഇനിയും കൂടുതൽ തെളിവുകൾ SITക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇതൊരു അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ വന്നതാണ്. അങ്ങനെയെങ്കിൽ ഇത് SIT അന്വേഷിച്ചാൽ മതിയോ? SITക്ക് അപ്പുറം
നാഷണൽ ഏജൻസികൾ ഈ അന്വേഷണത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ശബരിമല പോലുള്ള ഒരു അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച തീർത്ഥാടന കേന്ദ്രം, അവിടെ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമ്പോൾ അത് വെറും സംസ്ഥാന തലത്തിൽ SIT-യുടെ അന്വേഷണത്തിൽ ഒതുങ്ങിയാൽ മതിയോ എന്നുള്ള ചോദ്യം വളരെ വ്യക്തമാണ്. ഇലക്ഷന് മുമ്പ് തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP മുന്നിട്ട് വന്നിരുന്നു. ഇലക്ഷൻ സമയം കഴിഞ്ഞിട്ടും ഇപ്പോൾ 3 MLA-മാർ നിയമസഭയിലുണ്ട്. അവിടെയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് വ്യക്തമായ CBI അന്വേഷണം വേണമെന്ന്. എന്തായാലും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതേ സമയം തന്നെ മറുഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായും വേണുഗോപാലുമായും ഒക്കെ നിൽക്കുന്ന ഫോട്ടോകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് അന്വേഷിച്ച് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിരവധി സങ്കീർണതകളിലൂടെ കടന്നു പോകേണ്ട ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും, അത് SIT-യിലെ കൊക്കിൽ ഒതുങ്ങുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ടത്. മനോജി, തീർച്ചയായിട്ടും സനോജി പറഞ്ഞതുപോലെ ഈ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധത്തെ സംബന്ധിച്ചുള്ള കോടതിയുടെ ഭാഗത്തു നിന്ന് നിരീക്ഷണം ഉണ്ടായതിനെ തുടർന്ന് ഈ ബന്ധങ്ങൾ ചെന്ന് നിൽക്കുന്നത്, ഈ ശൃംഖലകൾ ചെന്ന് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് വിഗ്രഹക്കടത്തിൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വാർത്ത വരുന്നുണ്ട്. പ്രശാന്തിനെ തള്ളി VN വാസവൻ. നമ്മൾ VN വാസവന്റെ പേര് നേരത്തെ പറയാൻ മറന്നുപോയി. കാര്യം കഴിഞ്ഞ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസവനാണൊപ്പം ദേവസ്വം മന്ത്രിയായിരുന്ന ആള്. ഇപ്പോൾ വാസവൻ പ്രശാന്തിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇത് പ്രശാന്തിന് മാത്രം ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രശാന്തിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരൂ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി കൈ കഴുകുകയാണെന്ന് നമുക്ക് അതെ. പ്രശാന്തിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. വിളിച്ചാൽ ചെല്ലുമായിരുന്നില്ലേ, SIT-യുടെ ആസ്ഥാനത്തേക്ക് ഞാൻ ചെല്ലുമായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ ഇത് പ്രേക്ഷകർക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഉണ്ട്. നിരവധി തവണ SIT നേരത്തെയും ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നു. അപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കാട്ടി, അങ്ങനെ പലവിധമായ അവധികൾ കാട്ടി ഇദ്ദേഹം ഇത് നീട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. എന്തായാലും PS പ്രശാന്ത്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്ത. ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ സംബന്ധിച്ചൊരു ടേണിംഗ് പോയിന്റാണ്, ഒരു ട്വിസ്റ്റ് ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മറനീക്കി പുറത്തു വരാൻ പോകുന്നത് വൻ സത്യങ്ങളാണ്. ഇതുവരെ നമ്മൾ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തന്നെയായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. പക്ഷേ അന്വേഷണം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് മാത്രം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥാന തലത്തിൽ ഒതുങ്ങുന്ന ഒരു അന്വേഷണമാണോ എന്നുള്ളതും ഇനി നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. അത് കോടതിയാണ് ഈ വിഷയത്തിൽ നിരീക്ഷിച്ച് ഒരു അഭിപ്രായം പറയേണ്ടത്. കാര്യം ഇത് കോടതി സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ കോടതിയാണ് ഇതിലൊരു കൃത്യമായ ഒപ്പീനിയൻ പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതിൽ ഈ രാജ്യാന്തര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ അന്വേഷണം നാഷണൽ അന്വേഷണ ഏജൻസിക്ക്, ദേശീയ അന്വേഷണ ഏജൻസികളായ CBI ഉൾപ്പെടെയുള്ള ഏതെങ്കിലും അന്വേഷണ ഏജൻസിക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സനോജി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എങ്ങനെയാണ്? അവർ ആകാംക്ഷയിലാണോ, ആശങ്കയിലാണോ, അതോ സന്തോഷത്തിലാണോ? എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? മനോജി, ഞാൻ മെനഞ്ഞാന്ന് ശബരിമലയിൽ പോയിരുന്നു. ശബരിമല സന്നിധാനത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാണുന്ന ഒരു അന്തരീക്ഷം വളരെയധികം ശാന്തമാണ്. സന്നിധാനം ഇപ്പോൾ പഴയ വിധമായ ബഹളങ്ങളൊന്നുമില്ല. കൃത്യമായ ഏകോപനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പോലീസ് അയ്യപ്പന്മാർ വളരെ, പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിൻ്റെ ആദ്യ നാളുകളിൽ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഇന്നലെ മെനഞ്ഞാന്ന് നട അടയ്ക്കുന്ന ദിവസമായിരുന്നു. അന്ന് തുലവും തിരക്ക് കുറവുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. എന്നിട്ട് കൂടിയും വളരെ കൃത്യനിഷ്ഠതയോടെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കാണുമ്പോഴും ഒക്കെ ഒരു മ്ലാനതയാണ്. അവർ ഇപ്പോഴുള്ളവർ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. കാര്യം ഈ അന്വേഷണം തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭീതി വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ സത്യമാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ 10 വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് കോടതി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ തുടർന്നുകൊണ്ടിരുന്ന ഒരുപാട് അനാചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ദർശനവുമായി ബന്ധപ്പെട്ട് ദർശന മാഫിയകൾ പോലും അവിടെ നടമാടിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതിനൊക്കെ ഏറെക്കുറെ മാറ്റം വന്നിരിക്കുന്നു. കാര്യം പണ്ട് നമുക്കറിയാം, മേൽശാന്തിയുടെയോ തന്ത്രിയുടെയോ മുറിയിലേക്ക് നെയ്യുമായി ചെന്ന് കഴിഞ്ഞാൽ അഭിഷേകം നടത്തി ദക്ഷിണ വാങ്ങി അവർ തരുന്ന, ഇപ്പോൾ അങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നുമില്ല. കൃത്യമായി രസീതെടുത്ത് നെയ്യ് കൗണ്ടറിൽ ടോക്കൺ എടുത്ത് നെയ്യ് എത്തിച്ചാൽ മാത്രമേ അവിടെ അഭിഷേകം നടത്തുള്ളൂ. അത്ര കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രിക്ട്നെസ് ശബരിമലയ്ക്ക് ആവശ്യമാണ്. ഇനിയും ഏറെ കാര്യങ്ങൾ അവിടെ മാറേണ്ടതായിട്ടുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. എന്തായാലും സന്നിധാനത്ത് 18-ാം പടിക്ക് മുകളിൽ ഏറെക്കുറെ ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട ചില നിയമ കാര്യങ്ങൾ വരുമ്പോൾ അത് മൊത്തത്തിൽ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ ഒരു മാറ്റം
പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്ന മാറ്റത്തിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. മാറ്റം വന്നു എന്ന് പൂർണ്ണമായും അവകാശപ്പെടുന്നില്ല, പക്ഷേ മാറ്റത്തിനുള്ള ശ്രമങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ സകാരാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വരട്ടെ. കാരണം ഭക്തരെ സംബന്ധിച്ചും അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അയ്യൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് അറിയുന്നത് തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഇതിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ സനോജിക്ക് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടൂർ പ്രകാശ് മുതൽ സോണിയാഗാന്ധി വരെയുള്ള കെ.സി. വേണുഗോപാൽ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ബന്ധങ്ങൾ വരുമ്പോൾ CBI അന്വേഷണത്തിനെ കോൺഗ്രസ് സർക്കാർ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ? അങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നാൽ ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വഖഫ് ബോർഡിന്റെ കാര്യം, അതായത് പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രകടന പത്രികയിലുള്ള ഒരു സംഭവമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൃത്യമായ അന്വേഷണം. പക്ഷേ ഇത് VD സതീശൻ അധികാരത്തിലേറിയ ആദ്യ നാളുകളിലൊന്നും അദ്ദേഹം ഇത് സംബന്ധിച്ച് വ്യക്തമായി നിയമസഭയിൽ പോലും ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. പക്ഷേ BJPയുടെ ചോദ്യങ്ങൾക്ക് അവിടെ ചില മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ആ PS പ്രശാന്തിനെ ഞങ്ങളുടെ പോലീസാണ് അറസ്റ്റ് ചെയ്തത്, അന്വേഷണത്തിലേക്ക് ശരിയായ ദിശയിലേക്കാണ് പോകുന്നത്. ഇതുവരെയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ VD സതീശൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല PS പ്രശാന്ത് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കോൺഗ്രസിന് ഇതൊരു മധുര പ്രതികാരം കൂടിയാണ്. കാര്യം ഇവിടുന്ന് മറുകണ്ഠം ചാടിപ്പോയ ആളാണ് പ്രശാന്ത്. അപ്പോൾ പ്രശാന്തിനെ കയ്യാമം വച്ച് കൊണ്ടുവരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പകവോക്കലിന്റെ കൂടി ഒരു ഭാഗമാണ്. പക്ഷെ അതിനപ്പുറം PS പ്രശാന്ത് ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. അങ്ങനെ ഇരിക്കെ പ്രശാന്ത് എന്ത് വന്നാലും, അത് കോൺഗ്രസ് ആയാലും ഇനി LDF ആയാലും BJP ആയാലും അയാൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആൾ തന്നെയാണ് എന്നുള്ള കൃത്യമായ സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് പ്രശാന്ത് എങ്ങനെ ഇതിൽ പ്രതിയാകുന്നു എന്നുള്ളത് സംബന്ധിച്ച് നിരവധി തെളിവുകൾ നമ്മൾ ഇതിനു മുമ്പ് തന്നെ പുറത്തുവിട്ടിരുന്നു. കാര്യം കഴിഞ്ഞ ഈ 2025 സെപ്റ്റംബറിലാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നത്. അതിനു മുമ്പ് 2025 ജൂലൈയിൽ തിരുവാഭരണം കമ്മീഷണർ ദേവസ്വം ബോർഡിന് കൊടുത്ത ഒരു ശുപാർശ കത്ത് തത്വമായി പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്നത് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഇത്തരത്തിലുള്ള സ്വർണ്ണ അറ്റകുറ്റപ്പണികൾക്ക് ഒരു കാരണവശാലും യോഗ്യതയുള്ള ഒരു കമ്പനിയല്ല. ഇത്തരത്തിലുള്ള സുരക്ഷിതമായ ഒരു ഈ സ്വർണം കൈകാര്യം ചെയ്യുന്നതിൽ അവർ ഒട്ടും യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർ ഒരു കത്ത് കൊടുത്തത് ജൂലൈയിലാണ്. അത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ സ്വർണ്ണ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എൻക്വയറിയിലാണ് ഇത്തരത്തിലൊരു ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് ഒരു കത്ത് വരുന്നത്. പക്ഷേ ആ കത്തൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് സ്മാർട്ട് ക്രിയേഷൻസിന് 3 മാസം കഴിയുമ്പോൾ അതേ സ്ഥാപനത്തിലേക്ക് തന്നെ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലകന്മാരുടെ വിഗ്രഹപാളികൾ ഇളക്കി മാറ്റി അത് അറ്റകുറ്റപ്പണികൾക്കായി ഒരു ഇന്നോവ കാറിലാണ് കൊണ്ടുപോകുന്നത്, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ. ഒരു കാർ മാത്രം. അന്നും നമ്മൾ പ്രശാന്തിനോട് ഇത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു. ഇത് ഈ പറയുന്നത് പോലെ ദേവസ്വം കമ്മീഷണർ ഒരു പരാതി നൽകിയിരിക്കുന്നു, എന്താണ് ഇതിൽ താങ്കളുടെ പ്രതികരണം എന്ന് ചോദിച്ചപ്പോൾ അന്ന് പ്രശാന്ത് പറഞ്ഞത് ഇതൊരു ടെക്നിക്കൽ എറർ മാത്രമാണ്, ഒരു ലെറ്റർ കൊടുക്കേണ്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തില്ല, അത് കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറം ഒരു മാനദണ്ഡവുമില്ല. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വിജിലൻസിൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ ഇത് അഴിച്ചുമാറ്റി കൊണ്ടുപോയതെന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു സത്യം, അന്നേ ദിവസം ശബരിമലയിലെ CCTV ക്യാമറകൾ ഓഫായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. മാത്രമല്ല ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്തോ വലിയ സുരക്ഷാ സംവിധാനമാണെന്ന് കേൾക്കുന്ന മാത്രയിൽ നമുക്ക് തോന്നുമെങ്കിലും അതൊരു ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ഇൻറ്റേർണൽ ബോഡി പാർട്ട് മാത്രമാണ് ഈ വിജിലൻസ് എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഉള്ളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ ഒരു സംവിധാനം. അതിനപ്പുറം യാതൊരു വിധമായ സുരക്ഷാ ക്രമീകരണങ്ങളിലും ഇതെടുക്കാൻ പ്രയോറിറ്റി എടുക്കാൻ അവർക്ക് യാതൊരു വിധമായ, സത്യമായി പറയുകയാണെങ്കിൽ തോക്ക് ഉപയോഗിക്കാനുള്ള അധികാരം പോലും വിജിലൻസിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് ഇത്രയും കിലോ തൂക്കമുള്ള സ്വർണം, അതും പൗരാണിക മൂല്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഈ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിലെ സ്വർണം അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഇന്നോവ കാറിൽ വെറുതെ ഒരു ടൂർ പോകുന്ന ലാഘവത്തിൽ ചെന്നൈയിലേക്ക് പോയത് എന്നുള്ള ഒരു ചോദ്യം അന്നേ ഉയർത്തിയത് തത്വമയി മാത്രമാണ്. ആ ചോദ്യത്തിനും കൂടിയാണ് ഇന്നിപ്പോൾ ഉത്തരമായിരിക്കുന്നത്. SIT PS പ്രശാന്തിനെ കസ്റ്റഡിയിലെത്തിയിരിക്കുന്നു. കൂടുതൽ വിശദമായ ചോദ്യങ്ങൾ ചെയ്യലിന് വേണ്ടി കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്നു. കൊല്ലത്ത് വിജിലൻസ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. എന്തായാലും VS വാസവൻ ഉൾപ്പെടെയുള്ളവർ പ്രശാന്തിനെ ഇപ്പോൾ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു കേസിന്റെ ഗതി ഇനി എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഈ അവസാനമായിട്ട് വാസവന്റെ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശാന്തിനെ സംബന്ധിച്ച് കൈ കഴുകുകയാണ് എന്ന് നമുക്ക് ഊഹിക്കാമോ?
അല്ല, പ്രശാന്ത് ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നത് മുതൽ പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഒരു എന്താ പറയാൻ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറുകയായിരുന്നു പ്രശാന്ത്. മാത്രമല്ല ഒരു ഗുഡ് ബോയ് സർട്ടിഫിക്കറ്റ് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും പിണറായി വിജയന്റെ ഒരു എന്താ പറയാൻ ഒരു അരുമ ശിഷ്യനായി മാറാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ 2025 സെപ്റ്റംബർ 20 പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമം കൂടി ചീറ്റിയതോടുകൂടിയാണ് ഇതെല്ലാം തവിടുപൊടിയായി താഴേക്ക് പോകുന്നത്. എന്താണോ അവർ ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ തിരിച്ചുള്ള ഒരു ഫലമാണ് കിട്ടിയത്. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിച്ച ആളും അത് ഉദ്ഘാടനം ചെയ്ത ആളും എല്ലാവരും എയറിലാണ്. അന്നുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഇപ്പോൾ ജീവനോടെ ഇല്ല. മാത്രമല്ല വന്ന സുകുമാരൻ നായരുടെ ഗതി പറയേണ്ടതില്ല. അതെ, അങ്ങനെ ഓരോ ഇതുമായി തൊട്ട് നിന്ന് എല്ലാവർക്കും തിരിച്ചടികൾ പല വിധത്തിൽ കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു തലം. അതെന്തോ ആകട്ടെ, എന്തായാലും ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതെ ഒരു മനോഭാവം പ്രശാന്തിനോട് മാറി വരികയാണെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? കാരണം പ്രശാന്തിനെ ഉപേക്ഷിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞാണെങ്കിലും നമ്മുടെ ഭാഗം സുരക്ഷിതമാക്കുക എന്നുള്ളൊരു തലത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് തോന്നുന്നു. അല്ല, ഇനി ഇത് ഈ പറയുന്നത് പോലെ കൂടുതൽ അറസ്റ്റുകൾ പലരും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം നമുക്ക് എങ്ങോട്ടാണ് ഈ സംഭവങ്ങൾ വികസിക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും വളരെ നന്ദി സനോജി, വീണ്ടും കാണാം. നമസ്കാരം. നമസ്തേ.